സ്വന്തം ശരീരത്തിന്റെ ഷാള് മാറി ക്ലീവേജ് ഇത്തിരി കണ്ടാൽ ഷോക്ക് റിയാക്ഷൻ കൊടുക്കാത്ത ഒരു നടിയെ ഞാൻ ആദ്യമായി കാണുന്നത് ശ്വേതാ മേനോനാണെന്നുള്ളത് കേട്ടിട്ടുണ്ടോ ആ സ്റ്റേറ്റ്മെന്റ്? ഇല്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സിന്റെ സമയത്ത് ഒരു ഇന്റർവ്യൂവില്ല. ആൻഡ് ഞാനതപ്പോൾ ആലോചിച്ചു ആ സമയത്ത് മീൻസ് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവുക സോൾട്ട് ടൈം പറഞ്ഞ സമയത്ത് ഭയങ്കര നോർമലായിരുന്നു, ഭയങ്കര കാഷ്വൽ ആയിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈവൻ ദോ ഇപ്പം നമ്മൾ ശ്വേതമേനോൻ ചൂസ് ചെയ്യുന്ന ഡ്രസ്സുകളായാലും സ്ക്രിപ്റ്റുകളായാലും ഞാൻ ഇന്ന് വരെ ശരീരം കാണിച്ചിട്ടില്ല എന്ന് ആൾക്കാർ വിചാരിക്കും, അത് ഓർക്കില്ല. ഐ ഹവ് ഓൾവേസ് കെപ്റ്റ് മൈസെൽഫ് കവേർഡ്. യെസ്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും മാത്രമേ ചെയ്തിട്ടുള്ളൂ. കോൺഷ്യസ്നെസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് ഞാൻ റിയൽ ലൈഫിൽ ഞാൻ സ്ലീവ്ലെസ് ഇടാത്ത ആളാണ്. ഇട്ടിട്ടില്ല എന്നല്ല പറയുന്നത്, മനസ്സിലായി. ഇപ്പം ഇടില്ല. നാളത്തെ പറ്റി പറയാൻ പറ്റില്ല കേട്ടോ. നാളെ ചിലപ്പോൾ ബിക്കിനി ഇടും, പറയാൻ പറ്റില്ല. ഇന്ന് ഞാൻ സ്ലീവ്ലെസ് ഇടില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് സിനിമയിൽ പോയി, പക്ഷേ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും. ഓക്കെ, എൻ്റെ ക്യാരക്ടർ ശ്വേതാ മേനോൻ അല്ല. ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ ശ്വേതാ മേനോൻ ഇല്ല, അത് ഡയറക്ടറിൻ്റെ വിഷനാണ്. അതിന് ഞാൻ എനിക്ക് കിട്ടുന്നു അത് ആ രീതിയിൽ ആ ക്യാരക്ടറിനെ കാണുമ്പോൾ ആ പേര് വിളിക്കണം, ശ്വേതാ മേനോൻ. ആ സമയത്ത് ഇപ്പം അങ്ങനെ ഇപ്പം ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് ഇന്ന് കുട്ടികളൊക്കെ അവരുടെ ബോഡിയെ സെലിബ്രേറ്റ് ചെയ്യാണ്, പെൺകുട്ടികളൊക്കെ. അതിന് അത് ഭയങ്കര നോർമലായി പോയി ഇപ്പോൾ ഈ സമയത്ത്, പോസ്റ്റ് കോവിഡ് പ്രത്യേകിച്ച്. കേരളത്തിലൊന്നും അങ്ങനെ നോക്കാനൊന്നും ആരുമില്ല, അല്ലെങ്കിൽ നമുക്കൊരു മോഡലായിട്ടൊന്നും ആരും. ഞാൻ ബോളിവുഡിന്റെ കാര്യമല്ല പറഞ്ഞാൽ, കേരളം മാത്രം വെച്ചാൽ പറഞ്ഞത്, കേരളം എന്ന ഡയസ്പോറ മാത്രം. ആളുകൾ എന്തായാലും ജഡ്ജ് ചെയ്യില്ലേ, ആളുകൾ സംസാരിക്കില്ലേ, ആളുകൾ ചോദിക്കില്ലേ എന്തിനാ ഇത് എന്ന് ചോദിക്കില്ലേ? എന്താ അവരോട് ഉത്തരം പറയാതിരിക്കലായിരുന്നു മോഡ്? പിന്നെ അത്രയല്ലേ നല്ലത്. അവരെന്ത് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ നമ്മുടെ വിരല് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സമയമാണ്. അവർക്ക് വേണമെങ്കിൽ രതി നിർവേദം കാണാം, അവർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കാണാം. യു അണ്ടർസ്റ്റാൻഡ്? എല്ലാം കൈതുമ്പത്തിലാണ്. അപ്പം ഞാൻ അതിനൊന്നും സത്യം പറയാണ്, അതൊന്നും ഇരുന്ന് ആലോചിക്കാനുള്ള സമയമില്ല. ഇതിനെപ്പറ്റിയൊന്നും ബോധേടെ അല്ല. അപ്പോൾ എത്ര കാര്യങ്ങളുണ്ട് നോക്കാൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ സമയത്തും എന്ത് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ ഞാൻ പറയണത് ഗോ എഫ് എന്ന് പറയുന്ന ആളാണ് ഞാൻ. പിന്നെ അല്ലേ എന്ത് ഫൗൾ ലാംഗ്വേജ് മനസ്സിൽ പെട്ടെന്ന് വരിക? ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ? അങ്ങനെയൊന്നുമില്ല, അത് ആ സമയത്ത് എൻ്റെ ഒരു മിക്സാ വരിക. അവിയൽ വരണം, നമ്മുടെ മലയാളി അവിയൽ. How do you sustain this naughtiness? Because I'm naughty. I don't sustain it. I'm born. എനിക്ക് തോന്നുന്നു വിഷ്ണു എന്തൊക്കെയോ പഠിച്ചു തന്നിട്ട് ഇപ്പൊ എന്തോ മറന്നുപോയിട്ടൊന്നുമില്ല. എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെയാണെന്നോ? അല്ല, ഇത് ഇത്രയും പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ പ്രിന്റ് ഔട്ട് എടുക്കുന്ന പോലെ ഉണ്ട്, പടപടാ പടപടാ. ബ്രാൻഡ് എൻഡോസ് ഒക്കെ ചെയ്യുമ്പോഴേ, പ്രത്യേകിച്ച് മിസ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ആള് അന്ന് ഭയങ്കര പ്രതീക്ഷ ആളുകൾക്ക് അവരില്. ആ സമയത്താണോ ചെയ്തെന്നറിയില്ല, കാമസൂത്രയുടെ അടക്കം ചെയ്യുന്നത് ആ സമയത്ത് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞു 1997. യെസ്, ഫൈൻ. ഇപ്പൊ ഒരു ഇന്റർവ്യൂല് ചോദിക്കുകയാണ് എന്താണ് ആ ആഡിനെ പറ്റി ചോദിക്കുന്നത്, വിചാരിക്കുന്നത് മനസ്സിലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴും ചെയ്യാൻ തന്നെ. അല്ല, അന്ന് എനിക്ക് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ഒരു ഉത്തരം പറയുന്നത് ഞാൻ കേട്ടത്. ഇത് ഇന്റലിജന്റ് അല്ലേ? ഇത് ഇന്റലിജന്റ് ആണ്. ഞാൻ പറയാൻ പോകുന്നത് ഇനിയും ഇന്റലിജന്റ് ആണ്. ഞാൻ ചെയ്യുന്നത് ഒരു സോഷ്യൽ സർവീസ് ആണ്. കാരണം എല്ലാവരും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സേഫ് ആയി ചെയ്യാൻ നോക്കുക. കറക്റ്റാ. അതെന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തതാണ്. ഒരു ജേർണലിസ്റ്റ് വീട്ടിൽ കയറിയിട്ട് മൂപ്പരെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നില്ലേ നമ്മൾ മലയാളികൾ അങ്ങനെ പറഞ്ഞ അപ്പൊ അച്ഛൻ പറഞ്ഞു എന്താണ് നിങ്ങളുടെ മകൾ കോണ്ടത്തിന്റെ ആഡിൽ ഫീച്ചർ ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ട് കയറിയപ്പോ അച്ഛൻ പറഞ്ഞു എന്താ അവളുടെ ജോലി ചെയ്യല്ലേ, അവൾ എന്തെങ്കിലും ഇതുണ്ടാവും. പിന്നെ സേഫ് സെക്സ് അല്ലേ പറയണത്, സോ ഹാവ് സേഫ് സെക്സ്. അന്ന് നിരോധം നടക്കുന്ന സമയമാണ്. ഫുൾ ഗവൺമെന്റ് വരെ നിരോധ് എല്ലാത്തിലും ആഡ് ഉണ്ടായിരുന്നു, നിരോധ് തിയേറ്റർ അത് ഇത്. അത് കഴിഞ്ഞ് 1997 ഞാൻ കാമസൂത്ര ആഡ് ചെയ്യുന്നത്. എപ്പോഴും ആലോചിക്കണം, എൻ്റെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചപ്പോൾ വിൽ യു ഡു ദിസ് അഗൈൻ, വൈ നോട്ട്? ഐ ഡോണ്ട് റിഗ്രറ്റ് മൈ മിസ്റ്റേക്ക്. ഇത് ഒരു ക്രിയേറ്റീവ് പെർസ്പെക്റ്റീവ് വരുന്ന അതോ? അത്രേ ഉള്ളൂ, ഫുൾ സ്റ്റോപ്പ്. കോമയല്ല, ഇറ്റ്സ് മൈ ജോബ് വിഷ്ണു. ആസ് എ ജോബ് ഐ വിൽ ഡു എനിത്തിങ് ഫോർ മൈ ജോബ്. എനിക്കൊരു ക്യാരക്ടർ നിങ്ങൾ പറയുന്നു, ഈ ക്യാരക്ടറിന് ഇങ്ങനെയാണ് വേഷം, അല്ലാതെ ഇങ്ങനെയാണ് ആ ഒരു സ്ത്രീ, അല്ലാതെ ഇത്. ഇപ്പം ഞാൻ ഒരു ആൺ വേഷത്തിൽ ഒരു ഫുൾ പടം ചെയ്തില്ലേ, അപ്പോൾ അത് ചെയ്ത സമയത്ത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ഡയറക്ടർ വന്നിട്ട് പറയുന്നു ഐ വോണ്ട് യു ടു ആക്ട് ലൈക്ക് എ മാൻ ഇൻ ദ ഹോൾ ഫിലിം. വൈ നോട്ട്? നമ്മൾ ഒരാളുടെ ക്രിയേറ്റീവ് വിഷനെ നമുക്ക് ധിക്കരിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, ക്രിയേറ്റീവ് ഇന്റലിജൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. യു ഫീച്ചേർഡ് ഇൻ എ കപ്പിൾ ഓഫ് ഇറോട്ടിക് ഫിലിംസ്, അല്ലെങ്കിൽ അതിനകത്ത് ഇറോട്ടിസം ഉണ്ട്,
കയത്തില് ആ സീക്വൻസിൽ ഇറോട്ടിക് ഉണ്ട്, അല്ലെങ്കിൽ രതിനിർവേദത്തിലുണ്ട് അത്. അതല്ല പടം. ഇത് വർക്കാവാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മളെ ഇറോട്ടിക് ആയിട്ട് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമുക്കും ആ ബോധ്യം ഉണ്ടാവണല്ലോ. ഇതിനെന്താ ശ്വേതമേനോൻ അന്ന് ചെയ്തിരുന്നു? ഡയറക്ടർ പറഞ്ഞ കാര്യം കേൾക്കുക, അത്രേ ഉള്ളൂ. അല്ല അന്ന് ഇറോട്ടിക്ക വായിക്കലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇറോട്ടിക്ക വായിക്കേ, എന്തിനു വായിക്കണം? ഒരു ഇമാജിനേഷന് വേണ്ടി. പിന്നെ ഈ 100 ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഇരുന്ന് വായിച്ചിട്ട് മോനെ ഇന്ന് ഞാൻ ഇവിടെ ഉമ്മ തരും അവിടെ ഉമ്മ തരും ഇതൊന്നല്ല. ഡയറക്ടർ പറയും ഇവിടെ കഴുത്ത് വെക്കണം, അവിടെ വെക്കണം, ഇങ്ങനെ ചെയ്യണം, ഈ ആംഗിളാണ്, അങ്ങനെ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു ഷൂട്ടിംഗ് സമയത്ത് എറോട്ടിസം എന്ന് വരും? ഒന്നും വരില്ല. ഈ എറോട്ടിസമിന്റെ ഈ വരെ വരില്ല. ഒരു ജോബ് പോലെ. ജോബ് ഒരു എല്ലാം ആക്ടിങ് ഈസ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ ടു കട്ട്, ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അപ്പുറത്തില്ല. ഒരു ആർട്ടിസ്റ്റും അതിൻ്റെ അപ്പുറത്ത് ആലോചിക്കില്ല. അതിൻ്റെ സത്യം പറഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഐ വാസ് വെരി ക്ലിയർ. എനിക്ക് എൻ്റെ ഇൻഡസ്ട്രീൻ്റെ ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അല്ല ഇതല്ല. അപ്പോൾ എനിക്ക് റൊമാൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ പറയണ അങ്ങനെ നമുക്ക് റൊമാൻസ് എപ്പോഴാണ് ഉണ്ടാവുക? വെൻ ഐ വോണ്ട് ടു ഗെറ്റ് മാരിഡ് ടു സംബഡി. അത് നടക്കില്ല. എനിക്കറിയാം നമ്മളുടെ ഇൻഡസ്ട്രീൻ്റെ പ്ലസ്സസ് ആൻഡ് മൈനസ്. ഒരേ സമയത്ത് രണ്ടുപേരും ഒരു ഔട്ട്ഡോർ പോയി ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പിന്നെ ഫാമിലി ലൈഫ് ഇല്ല. യുനോ യു അണ്ടർസ്റ്റാൻഡ്? സോ അതുകൊണ്ട് നമുക്ക് ആ ആക്ഷൻ ആൻഡ് കട്ടിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു. ദാറ്റ് ഹാസ് നത്തിങ് ടു നമ്മുടെ റിയാലിറ്റിയിൽ അതൊന്നുമില്ല. ദർ ഇസ് നോ സ്റ്റാർട്ട് ക്യാമറ ആൻഡ് ദർ ഇസ് നോ കട്ട് ഇൻ റിയൽ ലൈഫ്. സിനിമയിൽ നമുക്കതാണ്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ഇത്രയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ആ ക്യാരക്ടറിന് വേണ്ടി. ഇറോട്ടിസം ദാറ്റ് മച്ച്. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ ലെസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് മലയാളത്തിൽ ആര് ചെയ്യും? ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് എന്നുള്ള കൊറിയൻ സിനിമയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇതാര് ചെയ്യും നമ്മൾ ആലോചിക്കും. പലരുടെ പേര് വന്നാൽ ഇവരൊന്നും ചെയ്യില്ല, ചിലപ്പോൾ അവരുടെ ഇമേജിനെ ബാധിക്കും, അല്ലെങ്കിൽ അവരുടെ ഇനിയുള്ള ഫിലിമോഗ്രഫിയെ ബാധിക്കും. ശ്വേതമേനോൻ എന്നാണ് പലപ്പോഴും പേര് ഓർമ്മ വരിക നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആലോചിക്കുമ്പോൾ. ഇതൊരു ഞാനായിട്ടുള്ള ഒരു വൺ പീസ് ഓപ്ഷൻ അങ്ങനെ ആലോചിക്കാറുണ്ടോ ശ്വേതമേനോൻ സ്വയം? അങ്ങനെ ഉണ്ടോ? എടുക്കോ? അത് സി പീപ്പിൾ തിങ്ക്. ഇപ്പൊ എനിക്ക് എങ്ങനെ ക്യാരക്ടർ എന്ത് ചെയ്യണം എന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കാം? ഞാനല്ലല്ലോ. എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഹാൻഡ് മെയ്ഡ് പോലെ ഒരു സിനിമ എൻ്റെ അടുത്ത് വന്നാല് വൈ ഷുഡ് ഐ സേ നോ? പക്ഷെ അത് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഡയറക്ടർ അല്ലേ, ആളുടെ കഴിവല്ലേ. മനസ്സിലായോ? എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് നെഗറ്റീവ് അല്ലാതെ എനിക്ക് പോസിറ്റീവ്, ഇറോട്ടിസം അല്ലാതെ പാവപ്പെട്ട എന്ത് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ഈ ടൂൾ ആരുടെ കയ്യിലാണ്? ഡയറക്ടറുടെ കയ്യിലാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇന്ന് ഞാൻ എറോട്ടിസം അങ്ങനെയല്ലല്ലോ. ആ ക്യാരക്ടറിന് എറോട്ടിസം ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.